ഒരു ഫ്ലവർ ഡെക്കോർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിനാദ്യം വേണ്ടത് ഇതുപോലത്തെ ഒരു മൂടിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോട്ടിലിൻ്റെ അടിഭാഗമൊക്കെ എടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ക്ലേ വെച്ചിട്ട് ഇതുപോലെയൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് മേലെ ബാക്കി വരുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതാ ഇതുപോലെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് പച്ച ക്ലേ വേണം കേട്ടോ, ലീഫ് ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ മോൾഡ് എടുത്തിട്ടുണ്ട്, കാരണം നമുക്ക് കുറച്ച് അധികം ലീഫ് വേണം കേട്ടോ. അപ്പോൾ കൈ കൊണ്ട് ഉണ്ടാക്കാൻ നിന്നാൽ കുറച്ച് പണി കിട്ടും. അപ്പോൾ നമ്മൾ എന്താക്കി മോൾഡിൽ വെച്ച് ചെയ്തു. അപ്പോൾ നല്ല ഫിനിഷായിട്ടും നല്ല ഭംഗിയിലും കിട്ടും. ഇതുപോലെ കുറച്ച് ലീഫ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സംഭവമല്ലേ, അതിലേക്ക് ഇതുപോലെ അതിൻ്റെ ആ സൈഡിലായിട്ട് പശ തേച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഇതുപോലെയൊക്കെ ഒന്ന് നന്നായി അറേഞ്ച് ചെയ്തൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇല മാത്രം പോരല്ലോ, ഫ്ലവർ വേണ്ടേ. അപ്പോൾ അതിന് ഞാൻ ഇവിടെ റോസ് ഫ്ലവർ ആട്ടോ ഉണ്ടാക്കിയെടുക്കണത്. അപ്പോൾ അതിൻ്റെ റെഡ് ക്ലേ എടുക്കുക, എന്നിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ഉരുട്ടി കൊടുക്കുക കേട്ടോ. ഇതുപോലെ കുറച്ചധികം ബോൾസ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. പിന്നെ നമുക്കതൊന്ന് മെല്ലെ പരത്തി കൊടുക്കണം. അതിന് മെല്ലെ വിരൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതല്ലെങ്കിൽ വേറൊരു ഐഡിയ കാണിച്ചു തരാം. നമുക്ക് എന്താക്കണം, ബോൾസ് വയ്ക്കുക, എന്നിട്ടൊരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുക്കുക. ഗ്ലാസ് ആണ് കേട്ടോ, ഞാൻ പിൻട്രസ്റ്റിലാണ് ഇത് കണ്ടത്. അപ്പോൾ ഗ്ലാസ് ആണെങ്കിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഗ്ലാസ് ഒന്നുമില്ല, അപ്പോൾ ഞാനൊരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തു. എന്നിട്ട് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കൈ കിട്ടും. അതുപോലെ ആക്കിയിട്ട് നമുക്ക് അട്ടിക്കട്ടിക്ക് ഇതുപോലെയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. നടുക്ക് കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ നടുക്ക് കൂടെ ഒരു വരയിട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. മെല്ലെ എടുക്കണേ, അല്ലെങ്കിൽ കീറിപ്പോരും. എന്നിട്ട് എന്താക്കുക, ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലെയൊക്കെ ഒന്ന് മെല്ലെ റോൾ ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ റോസാപ്പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം, ഇതുപോലെ കുറച്ച് അധികം ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതുപോലെ. പിന്നെ നമുക്ക് എന്താക്കണം, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സംഭവമല്ലേ, അതിലേക്ക് പശ തേക്കുക. എന്നിട്ട് ഇതുപോലെ ഉള്ളതിൽ ഏറ്റവും വലുത് ഞാൻ വെച്ചിട്ട് നടുക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഇതുപോലെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഫുള്ളായിട്ട് നമുക്ക് എന്താക്കാം, ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെയൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫ്ലവർ ഡെക്കോറിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം അടുത്ത വീഡിയോ കണ്ടായിരിക്കും. ബൈ.